സാർ ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിഗ്രി ടെമ്പറേച്ചർ കഴിയുമ്പോൾ ഫിക്സ് വരാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കെയർലെസ്നെസ് കൊണ്ട് ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമുക്ക് എങ്ങനെ അതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? അത് ഈ കെയർലെസ്നെസ് എന്ന് പറഞ്ഞ വാക്ക് ഒന്നും ഉപയോഗിക്കരുത്. എല്ലാരും കെയർലെസ് തന്നെ. കെയർലെസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ പണിയുണ്ട്, ഡോക്ടർ മിണ്ടാതെ ഒന്നും പറയാതെ മരുന്നിരുതാൻ പോകുന്നതിന്റെ അർത്ഥം. അതിനാണ് കെയർലെസ് എന്ന് പറയുന്നത്. അല്ലാതെ കെയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഇത് മരുന്ന് രീതി പറ്റും എഴുതി അത് കുറഞ്ഞില്ലെങ്കിൽ അത് കെയർലെസ്നെസ് അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു രീതിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴാണ് അത് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത് തീരുമാനിക്കുന്നില്ല, അതനുസരിച്ച് അഡ്രസ് ചെയ്യണം. കെയർലെസ്നെസ് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം ഇയാൾ പറഞ്ഞത് ഫിക്സ് വരും. ഫിക്സ് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ കുട്ടികൾ കാണുന്ന ഫിക്സ് എന്ന് പറഞ്ഞാൽ ഫെബ്രൈൽ സീഷർ എന്നാണ് പറയുന്നത്. ഫെബ്രൈൽ സീഷർ ഞങ്ങളൊക്കെ MBBS ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാര്യമാണ്. ഫെബ്രൈൽ സീഷർ പീഡിയാട്രിക് ആദ്യത്തെ പോസ്റ്റ് ആദ്യം പഠിക്കുന്ന കാര്യം അറിയാം. ഫെബ്രൈൽ സീഷർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പനി ഒരു നിശ്ചിത ഡിഗ്രിയിൽ കൂടുമ്പോൾ മാത്രം വരുന്ന അസുഖമല്ല ഫെബ്രൈൽ സീഷർ. ഫെബ്രൈൽ സീഷർ എല്ലാവർക്കും പോകും. നീ പറഞ്ഞ 100 കുട്ടികൾക്കും ഫെബ്രൈൽ സീഷർ വരുന്നുണ്ടോ? എനിക്ക് 2 കുട്ടികളുണ്ടല്ലോ, ആ കുട്ടിക്കൊന്നും വന്നിട്ടുണ്ട്. അത് ആ കുട്ടിയുടെ കഴിവുകൊണ്ടൊന്നും അല്ല, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ കഴിവില്ലാതൊന്നും അല്ല. ഓരോരുത്തർക്കും ഓരോ. അപ്പൊ ചില കുട്ടികൾക്ക് 99,000 ഫെബ്രൈൽ സീഷർ വരും. പനി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, മനസ്സിലായത്? ഇപ്പൊ 99 കുട്ടി ഫിക്സ് അടിക്കും. അതിന്റെ അർത്ഥം 99 കുറച്ച് പെട്ടെന്ന് 99 ഹാപ്പി ആയിട്ടിരിക്കുന്നു. 100 അയ്യോ ടെൻഷൻ എന്ന് പറഞ്ഞതിന്റെ കാര്യമുണ്ടോ? ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് അല്ല, പക്ഷെ പനിയായിട്ട് ബന്ധപ്പെട്ട സീഷറാണ്. പിന്നെ അതിനൊരു പരിധിയുണ്ട്, ഒരു ഏജ് പരിധി. 6 മാസം മുതൽ, നമ്മൾ എളുപ്പം പഠിക്കാൻ വേണ്ടി പറഞ്ഞ 6 മാസം മുതൽ 6 വയസ്സ് വരെയാണ് ഈ ഫെബ്രൈൽ സീഷർ. അതിന് മേളിലും അതിന് മുമ്പും വരുന്ന സീഷർ ഫെബ്രൈൽ സീഷർ അല്ല, ആവാനുള്ള സാധ്യത വളരെ കുറവാണ്, എക്സ്ട്രീംലി റയറാണ്. അപ്പൊ 6 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് പനി കൂടുമ്പോ ഫിക്സ് വരുമോ എന്നുള്ള ചിന്തയെ പാടില്ല. ഇപ്പൊ സീഷറും അത് ഫെബ്രൈൽ സീഷർ അല്ല, അത് ബ്രെയിനിന്റെ ഫിക്സ് വരാൻ സാധ്യതയുള്ള ഭാഗത്തിന് നീര് വരും. വയസ്സായി അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മസ്തിഷ്ക ജ്വരം എന്നൊക്കെ ജപ്പാഞ്ചം ഒക്കെ ഫിക്സ് വരുന്ന അസുഖം. അത് പനി കൂടിയിട്ട് വരുന്ന അസുഖം. മറ്റേത് അങ്ങനെയൊന്നും മസ്തിഷ്കത്തെ ബാധിക്കുന്നില്ല. മസ്തിഷ്കം ബാധിക്കാതെ തന്നെ ഒരു ത്രഷോൾഡ് ടെമ്പറേച്ചർ, ആ പർട്ടിക്കുലർ വ്യക്തിക്ക് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടെമ്പറേച്ചർ, അത് എപ്പോഴും ഒരുപോലായിരിക്കണമെന്നില്ല. കഴിഞ്ഞ ദിവസം കുട്ടിക്ക് 105 വന്നെങ്കിൽ ഇത്തവണ 190 വരാം, അടുത്ത ദിവസം 102 വരാം. ഒരു ക്രൈറ്റീരിയ. അതാണ് ഫെബ്രൈൽ സീഷർ. ഫെബ്രൈൽ സീഷർ വരുന്നത് ആ ഏജ് ലിമിറ്റുള്ള ആൾക്കാർ. അവർ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദേഹം തുടങ്ങാൻ. അപ്പൊ നമ്മൾ ഈ ICH കോട്ടയം മെഡിക്കൽ കുട്ടികളുടെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കരിക്ക് ഏറ്റവും ചികിത്സ ഉണ്ട്. എന്നിട്ട് മരുന്ന് കിട്ടും, പാരസെറ്റമോളോ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു. എന്തുകൊണ്ടാണ്? അതാണ് കുട്ടികളുടെ പനിക്കുള്ള ചികിത്സ. കുട്ടികള് ഭയങ്കര സേഫ്, മുതിർന്നവരെ. പക്ഷെ എപ്പോഴാണ് അൺസേഫ് ആകുന്നുള്ളത് ചികിത്സിക്കാൻ ഡോക്ടർ, അവർക്ക് ഇടപെടാനും പറ്റും, അതിനുള്ള പരിശോധിച്ച്. മിക്ക പനികളും സേഫ് ആണ്. ഈ പറഞ്ഞ ടെമ്പറേച്ചർ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിച്ച് വെക്കുന്ന കാലത്തല്ലേ ഇപ്പം ഈ പനി എന്ന് പറഞ്ഞ് 99 എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നത്. വാങ്ങിക്കാത്ത കാലത്ത് ഇവിടെ നാട്ടിൽ ചികിത്സ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടല്ല. അപ്പൊ ദേഹം തുടയ്ക്കുന്നതും IV ഫ്ലൂയിഡ് ഇടുന്നതും അവർക്ക് ഇതിനെ സപ്പോർട്ടീവ് മാനേജ്മെന്റാണ്. ടെമ്പറേച്ചർ കുറയ്ക്കാന്നുള്ളതിന്റെ മറ്റൊരു സിമ്പിൾ ഫിസിക്സ് ആണ്. തണുത്ത് ചൂടായിരിക്കുന്ന സാധനം തണുപ്പിക്കാൻ വേണ്ടി വെള്ളത്തിൽ വളരെ ലളിതമായ സാധനം. അത് ട്രീറ്റ്മെന്റ്, അതാണ് ട്രീറ്റ്മെന്റ്. മറ്റു റിസൾട്ട് ആവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 105 പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ ശ്രുതിക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യുന്നത്? 105 തന്നെ വന്നെങ്കിൽ അത് അത്രയ്ക്ക് പനി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കണം. അപ്പൊ നമുക്ക് ചിലപ്പോൾ 105 കാണില്ല, 102. അതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് വരുവാണെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർക്കാണ് അഡ്രസ് ചെയ്യാം. ആ ഡോക്ടർക്ക് പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ 99 ചികിത്സ കൊടുക്കുന്നില്ല, 105 ചികിത്സ കൊടുക്കുന്നില്ല. ചികിത്സ കൊടുക്കുന്ന എന്തിനാ? അസുഖം.
105 അല്ലെങ്കിൽ 110 കാണിച്ചു തെർമോമീറ്റർ, ഡേറ്റ് തെർമോമീറ്റർ. അതിന്റെ അർത്ഥം 119ആണോ? അല്ല. നമുക്കിത് അറിയാവുന്നതുകൊണ്ടല്ലേ ഈ പറയുന്നത്. മനസ്സിലായില്ല? അപ്പം അതിനല്ല ചികിത്സ. ചികിത്സ കുട്ടിക്ക് അസുഖം ഉണ്ടോ എന്ന് നോക്കാം, കുട്ടി എങ്ങനെയിരിക്കുന്നു. അപ്പൊ എന്നെ ഒരാൾ വിളിച്ച്, ചില നഴ്സുമാരെ വിളിച്ച് പറയും, സാറേ ഓക്സിജന്റെ അളവ് 80 ഉള്ളൂ എന്നിങ്ങനെ പറയും. നോർമലി ഇപ്പൊ സ്തുതിയുടെ ഓക്സിജൻ അവിടെ 80 സ്തുതി മരിച്ചു. പക്ഷേ 80 ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്ന അസുഖമുണ്ട്, COPD, പുകവലി മൂലം വരുന്നത്, സാധാരണ പുകവലി മൂലം. ആ അസുഖമുള്ള ആൾക്കാർക്ക് 85 ഒക്കെ മതി. അപ്പൊ നോർമലി അത്ര അവർക്കത് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കണ്ടീഷനിലാണ് ഓരോ വ്യക്തിയുടെ അനുസരിച്ച് എപ്പോ ചികിത്സ ചെയ്യാം, എപ്പോ അഡ്രസ് ചെയ്യണം എന്ന്. ഇതിനെ പറ്റി കാര്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് യൂട്യൂബ് നോക്കും, സാധാരണ ഓക്സിജന്റെ അവസ്ഥ എന്ന് പറയുന്നത് 99 100 വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അവിടെ നോക്കുമ്പോ അയ്യോ 85 ഉള്ളൂ എന്ന് പറഞ്ഞ് പാനിക്കാവേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലായത്. അത് ഡോക്ടർ തീരുമാനിക്കാൻ പറ്റും, അത് നോർമലാണ്, അത് കുഴപ്പമില്ല, ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചെയ്യാവുന്ന പല ആൾക്കാർ ഓടി രക്ഷപ്പെടുന്നുണ്ട്, അയ്യോ ഈ ഡോക്ടറിനെ അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ പിടിച്ചെടുത്താൽ പറ്റും, ഒന്ന് പോവും എന്നുള്ളത്. എനിക്ക് വേറെ കാര്യം അവർക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, പിന്നെ നമുക്ക് അവര് അറിഞ്ഞ് മനസ്സിലാക്കണം, വേറെ കാര്യം. ഇപ്പോഴും 105 ഈ പറഞ്ഞ 85 ജീവിക്കുക വീട്ടിൽ, ഇതിനും പ്രശ്നം വരില്ല. ഇത്രയും കാര്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് പലതും. ഞാൻ പറഞ്ഞില്ല, ഈ ലക്ഷണങ്ങൾ വെച്ചല്ല ചികിത്സ. എപ്പോ ചികിത്സിക്കണം, എങ്ങനെ ചികിത്സിക്കണം, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് അറിയാം. അവർക്കതിനെ എപ്പോ ഇന്റർഫിയർ ചെയ്യണം എന്നറിയാം. അവരത് ചെയ്യും. അവരെ വിശ്വാസത ഏൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. വിശ്വാസത ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പോകണം, ഒരു നിമിഷം പോലും ഇതാക്കി. സാർ അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ടും കൂടി. ഇപ്പൊ ഒരു പീഡിയാട്രിക് അല്ലെങ്കിൽ ഒരു അഡൽട്ട് പേഷ്യന്റ് ഒരു നഴ്സ് ചെന്നിട്ട് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആളുടെ ടെമ്പറേച്ചർ നോക്കുന്നു. അപ്പൊ ഫസ്റ്റ് റീഡിങ് 99 കാണിക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും 99 കാണിച്ചു, പെട്ടെന്ന് ഒരു റേസിംഗ് 103 അല്ലെങ്കിൽ 105 എത്തും. അതെന്തായിരിക്കും അതിന്റെ റീസൺ? തെർമോമീറ്റർ ആണോ കേട്, അതോ നേഴ്സ് പഠിക്കാനായിട്ടാണോ? ഇത് എല്ലാം കാരണമാണ്. അതായത് ഒരുപാട് കാരണമുണ്ട്. അത് ചോദിച്ചത് മാത്രമല്ല, തെർമോമീറ്ററിന്റെ കേടാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ മെർക്കുറി തെർമോമീറ്റർ ആണ്. ഗ്ലാസിനകത്ത് മെർക്കുറി നിറച്ചിട്ടുണ്ടാവും. അതിങ്ങനെ മനുഷ്യത്തിൽ കോണ്ടാക്ട് ആയിട്ട് വെച്ച് കഴിയുമ്പോൾ ഒരു നിശ്ചിത സമയമാകുമ്പോൾ അത് ഈ മെർക്കുറി വികസിക്കുന്ന രോഗമാണ്. അത് ഒരു നിശ്ചിത അളവിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളത് അളക്കുമ്പോൾ നമുക്ക് അതേ പറ്റി അതാണ് ഒന്ന്. അപ്പം അത് അളക്കുന്നതിനകത്ത് പലതവണ അതിനകത്ത് ഒന്ന് ഈ പറഞ്ഞ പോലെ തെർമോമീറ്ററിന്റെ കംപ്ലൈന്റ് ആണ്. തെർമോമീറ്ററിനാകെ 30 രൂപ 50 രൂപ വലിയ വിലയുള്ള സാധനം ആർക്കും വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷെ ഇത് നോക്കാൻ അറിയാം. അപ്പൊ ഈ തെർമോമീറ്ററിന്റെ കേടെന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലസ്റ്റ് ഗ്ലാസ്സിനകത്ത് കുറച്ച് മെർക്കുറി നിറച്ച് വെച്ചേക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കേടാവെന്ന് വെച്ചാൽ അത് പൊട്ടിപ്പോയ തെർമോമീറ്റർ വെച്ച് നോക്കാവുന്നുണ്ട്. ഈ മെർക്കുറി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് പൊട്ടുമ്പോൾ നമുക്കറിയാം, താഴെ അപ്പോഴേ പൊട്ടുന്ന സാധനം. അത് നമ്മള് റിപ്പയർ ചെയ്യാനോ ഒട്ടിച്ചു വെക്കാൻ ഒന്നും നടക്കത്തില്ല. അതിന് ഇത്ര വലിയ വിലയുള്ള സാധനമുണ്ട്. അപ്പൊ തെർമോമീറ്ററിന് കേടെന്ന് പറയാനായിട്ട് ഇങ്ങനെയാണ്. ഇത്രയും സിമ്പിൾ സാധനമാണ്. ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ കേടാണ്, അതിനകത്ത് പല പല പാർട്സ് ഉണ്ട്, മാറ്റി വെക്കാം. ഇപ്പം മോണിറ്റർ ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് മില്ലേറ്റർ മോണിറ്റർ, അതിനകത്ത് വെച്ചേക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കേടാവെന്ന് വെച്ചാൽ അത് പൊട്ടിപ്പോയ തെർമോമീറ്റർ വെച്ച് നോക്കാവുന്നുണ്ട്. ഈ മെർക്കുറി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് പൊട്ടുമ്പോൾ നമുക്കറിയാം, താഴെ അപ്പോഴേ പൊട്ടുന്ന സാധനം. അത് നമ്മള് റിപ്പയർ ചെയ്യാനോ ഒട്ടിച്ചു വെക്കാൻ ഒന്നും നടക്കത്തില്ല. അതിന് ഇത്ര വലിയ വിലയുള്ള സാധനമുണ്ട്. അപ്പൊ തെർമോമീറ്ററിന് കേടെന്ന് പറയാനായിട്ട് ഇങ്ങനെയാണ്. ഇത്രയും സിമ്പിൾ സാധനമാണ്. ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ കേടാണ്, അതിനകത്ത് പല പല പാർട്സ് ഉണ്ട്, മാറ്റി വെക്കാം. ഇപ്പം മോണിറ്റർ ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് മില്ലേറ്റർ മോണിറ്റർ, അതിനകത്ത് ഓരോ ഇതൊക്കെ വരുമ്പോൾ അതിനെ വാണിംഗ് കാണിക്കും, ഇതിന്റെ സിസ്റ്റം മാറ്റി എന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇതേ ഉള്ള നാട്ടിൽ നമ്മൾ ഉള്ള സംവിധാനത്തിൽ നമ്മൾ ജീവിക്കുന്നത്, അതിനെന്നെ അറിയാം എനിക്ക് കേടാണെന്ന് അതിനെ പറയും. എന്റെ കേടാ എന്നെ പ്രവർത്തിക്കരുതെന്ന് പറയുന്ന സിസ്റ്റം നമുക്കുള്ളത്. തെർമോമീറ്റർ അത്രയൊന്നും ഇല്ല. അതിനകത്ത് ഒരു ഇലക്ട്രിക് ഇല്ല, കറണ്ട് ബില്ലോ ഒന്നും ഇല്ല. ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ടത് കാരണം അതിന്റെ വിശ്വാസതയെ പറ്റി ഒരുപാട് ചർച്ചയുണ്ട്. നമ്മൾ ഉപയോഗിച്ച മെർക്കുറി തെർമോമീറ്റർ. പക്ഷെ മെർക്കുറി തെർമോമീറ്ററിന്റെ 2 പാർട്ട്. ആ മെർക്കുറി ഇരിക്കുന്ന ആ ബൾബ് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ
വ്യക്തിയുടെ ശരീരത്തിൽ കോണ്ടാക്ട് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അത് ഒരു നിശ്ചിത അളവിൽ കോണ്ടാക്ട് പറഞ്ഞാൽ ഇങ്ങനെ അമങ്ങിയിരിക്കണം. ഒരു സാധനം എന്നിട്ട് ഇങ്ങനെ അമങ്ങിയിരിക്കും. അങ്ങനെ അമങ്ങി ഇരുന്നില്ലെങ്കിൽ അന്തരീക്ഷത്തിരിക്കത്തേ ഉള്ളൂ. ഉദാഹരണം, ഞാൻ ഇങ്ങനെ എടുത്ത് കക്ഷത്തി വയ്ക്കുകയാണ്, എന്റെ ബൾബ് ഇതിന്റെ പറയും എവിടെയായിരുന്നു എന്നാ ഇവിടെയാണ് ബൾബിരിക്കുന്നെങ്കിൽ നോർമൽ പ്രശ്നം. അതേസമയം ഇതിനകത്താണെങ്കിൽ അത് നിശ്ചിത സമയം ഇരിക്കും എങ്കിൽ നോക്കുകയാണ്. പിന്നെ നമ്മൾ നോക്കുന്ന കാര്യം, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ മുറിക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? കണ്ണുകൊണ്ടാകും എത്ര ഹൈറ്റ് എന്ന് പറയാം? അല്ല, പറയാൻ പറ്റും, ഊഹിക്കാൻ പറ്റും. ആളെ ഒരടി ഇത്ര ഒരു മീറ്റർ എത്ര നോക്കാം, ഇത്രയാണല്ലോ മീറ്റർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത്രയാണ് ഒരു മീറ്റർ കണ്ണുകൊണ്ടാണ് 4 അല്ലെങ്കിൽ 3 അത്ര അളക്കാൻ പറ്റിയില്ലേ? ബേസിക് ഇൻഫർമേഷൻ കിട്ടിയപ്പോ ഞാൻ മീറ്റർ ഇത്രയാണ് പറഞ്ഞപ്പോ ശ്രുതി കണക്കാൻ പറ്റി. 3 4 എന്ന് പറഞ്ഞു. ശരിയാണ്. അതിന്റെ ഇടയ്ക്കുള്ള അളവ് നമുക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാ അതിന് വിഷ്വൽ എറർ. ഇപ്പൊ ഒരു വ്യക്തി കാണിക്കുകയാണ്, ഇന്നാണ് മെർക്കുറി ലെവൽ കഴിഞ്ഞാൽ നമുക്ക് അറിയാം. വേറെ ഒരു നോക്കുമ്പോൾ അതല്ല 98 അല്ല, ഒരു 0.6 കൂടുതലുണ്ട്. ഭയങ്കര കൂർമ്മ ഉള്ള ഒബ്സർവേഷനാണ്. മനസ്സിലായില്ല? അതിനകത്ത് വ്യത്യാസമില്ല. വിഷ്വൽ എററാണ്. വിഷ്വൽ എറർ വരാം. അപ്പൊ ടെമ്പറേച്ചർ ഇപ്പൊ ഒരു സമയത്ത് ഒരേ സമയത്ത് 2 തെർമോമീറ്റർ വെച്ച് നമുക്ക് ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ പറയാം. ഒരു വ്യത്യാസപ്പെട്ട ഇപ്പം പനി കൂടെ എത്ര നേരം ചില വരത്തില്ലേ. ഇന്ന് രാവിലെ ഇപ്പൊ വരെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ നോക്കും 100 അല്ലെ 150 അങ്ങനെ വരാം. പനിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ക്ലിനിക്കിലേക്ക് ഇത് ശരിയാണ്. നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ ചെയ്യുന്ന അതിനെ ഡോക്ടർമാരും ഈ നഴ്സ് ചെയ്യുന്നത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഷീൻ വെച്ചിട്ട് നോക്കുന്നു അഭിപ്രായമാണ്. ചികിത്സിക്കേണ്ടതാണ് കേട്ടോ. ചികിത്സിക്കുന്നത് നഴ്സല്ല, ചികിത്സിക്കേണ്ടത് കൂടെ വന്ന കൂട്ടിരിപ്പുകാരല്ല, ബൈസ്റ്റാൻഡേഴ്സ് പറയുന്ന ആൾക്കാരല്ല, ഈ രോഗിയല്ല. ഈ വിവരം ഈ പ്രസ് ഡോക്ടറെ അറിയിക്കുക എന്നുള്ളതാണ്. ഡോക്ടറിനെ പോയി നോക്കും. അങ്ങനെ കൂടിയിരിക്കുന്ന ഡോക്ടർമാരാണ്. അങ്ങനെ ഐസിയുനകത്തെങ്കിലും അല്ലെ എപ്പോഴും അതിനൊരു സംവിധാനം. അപ്പൊ എല്ലാവരും ബേസിക് ടെമ്പറേച്ചർ കൂടുതലാണ് ആവശ്യ ഡോക്ടറോട് പറയുമ്പോൾ ആ ഡോക്ടർ അടുത്ത നടപടി സ്വീകരിക്കാനുള്ളത് 10 കാര്യങ്ങൾ. പിന്നെ ഒരു സമയത്ത് തുടയ്ക്കാന്നുള്ളതാണ് ശരിയായ ട്രീറ്റ്മെന്റ് ആണ്. ഈ പാരസെറ്റമോൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ കുറയാൻ പറ്റും. അതിനുകൊണ്ട് പിന്നെ എന്തിനാണ് വീറ്റാണ് വീട്ടിടാൻ പറ്റും. ടെമ്പറേച്ചർ നോർമൽ ആകാൻ ഈ പാരസെറ്റമോൾ മാത്രം കണ്ടുകൊണ്ട് ആവുകയാണെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാൻ സേഫാന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. അവർ അൺസേഫ് ആയതുകൊണ്ടാണ് അവർ ഹോസ്പിറ്റൽ. എന്തിനാണ് എപ്പോ അവർ അൺസേഫ് ആവും അപ്പൊ അഡ്രസ് ചെയ്യാം. അതെയോ, ടെമ്പറേച്ചർ കൂടുന്നത് മാത്രം ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ടെമ്പറേച്ചർ നോർമൽ ആയിരിക്കണം. 1 ഡിഗ്രി കൂടിയ പ്രശ്നമാണ്, അത് ട്രീറ്റ്മെന്റ് മോശം എന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത് അതൊരു അടിസ്ഥാനമില്ലാത്ത. ഇതെന്തിനാണ് കുട്ടി എപ്പോഴാണ് അൺസേഫ് ആവുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ഈ രോഗി എപ്പോഴാണ് അൺസേഫ് ആവുന്നത് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം തന്നെയാണ് ഹോസ്പിറ്റൽ. വീട്ടിലിടാനുള്ള സൗകര്യമില്ല. എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. അവിടെ എക്സ്പെർട്സ് ഇല്ല, ഡോക്ടറോട് ഇല്ല. അതുകൊണ്ടാണ് ഡോക്ടറിനെ കുഴപ്പം ഡോക്ടറിനാണ് പറയാൻ പറ്റില്ല ട്രസ്റ്റ് ചെയ്യണം. അത്രയുള്ളൂ. അങ്ങനെ മെഡിക്കൽ അറ്റൻഷൻ എപ്പോഴും വേണ്ടതാണ്, അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സിൽ വേണ്ടതാണെന്ന് തോന്നിട്ടാണ് മനസ്സിലായി. ഇപ്പൊ ചില ഈ ഇൻഫർമേഷൻസ് എല്ലാം ഇപ്പൊ വാളിൽ അഡ്മിറ്റ് ചെയ്ത് രോഗിയിൽ പിന്നെ 101 സാറൊക്കെ എനിക്കറിയാം. ആ പേജ് 101 വരും. 2 ഇൻക്വയറി രാവിലെ വിട്ട പേജ് 101 വരും, 105 വരും, ഒക്കെ വരും. എനിക്കറിയാം. അപ്പൊ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടോ 105 വരുമ്പോ എന്താ ചെയ്യേണ്ടത് ഉള്ള സിസ്റ്റത്തിൽ ഓൾറെഡി ഞാൻ വേറെ നോക്കുന്നുണ്ട്. അതെന്താ ചെയ്യാൻ. അപ്പം ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേറെ ബുദ്ധിമുട്ടുണ്ട് സാർ, ആളെ ഓക്കെയാണ്, ആഹാരം കഴിച്ചു, അതൊക്കെ ആണെങ്കിൽ വേറെ ചെയ്യാൻ ആളെ ഓക്കെ ആണെങ്കിൽ മനസ്സിലായി. അപ്പം അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്.